നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 199ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോക പ്രശസ്ത സംഗീതജ്ഞനായ പട്ടേ യു മണ്ടോലിനെ കുറിച്ചിട്ടാണ്. യു ശ്രീനിവാസിനെ കുറിച്ചിട്ടാണ്. മണ്ടോലിൻ ശ്രീനിവാസൻ എന്ന പേരിൽ ലോകം മുഴുക്കുകയും പ്രശസ്തി നേടിയ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് സൂര്യ ഫെസ്റ്റിവലിൽ വെച്ചിട്ടാണ്. പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു കോളയെല്ലാം കുടിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് ഞാൻ അദ്ദേഹവുമായിട്ട് നേരിൽ സംസാരിക്കുന്നത്. വിയർത്ത് കുളിച്ച് നിൽക്കുന്ന ആ മുഖം, പ്രോഗ്രാമിനെ കുറിച്ചും ഓഡിയൻസിനെ കുറിച്ചുമൊക്കെ ഒരു 6-7 മിനിറ്റ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. കലാകാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാവണം എന്ന് തോന്നിയ നിമിഷങ്ങൾ, വളരെ വിനയപൂർവ്വം വളരെ സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന അവസരത്തിലാണ് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നിരവധി പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച വ്യക്തി. 9-ാം വയസ്സിൽ അരങ്ങേറ്റം, 13-ാം വയസ്സിൽ ജർമ്മനിയിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. അങ്ങനെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും മണ്ടോലിൻ എന്ന വാദ്യോപകരണത്തിലൂടെ പെയ്തിറങ്ങുന്ന നാദധാര, അദ്ദേഹത്തെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇത്രയും പ്രതിഭയുള്ള, ഉന്നതിയുള്ള ഒരു വലിയ കലാകാരൻ, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്നും വിടുന്ന വാക്കുകൾക്ക് തന്നെ അതിമധുരമാണ്. അത്രമാത്രം വിനയമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. ഈശ്വരൻ സൃഷ്ടിച്ച, ഈശ്വരനിൽ അഭയം പൂണ്ട ആ വലിയ കലാകാരൻ നന്നേ ചെറുപ്പത്തിലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. എങ്കിലും കാലാതീതമായി അദ്ദേഹത്തിൻ്റെ സംഗീതം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ്റെ ഈ ഓർമ്മപ്പെടുത്തൽ കൂടി. നിങ്ങൾ കാണുമല്ലോ. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.